ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നത് എന്താണ് പൊളൈറ്റ് വേർഡ്സ് എന്നാണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് പൊളൈറ്റ് വേർഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാമെന്നാണ്. സോ നമ്മൾ സെൻറ്റൻസ് എഴുതുന്നത് വഴി നമുക്ക് കൂടുതൽ എങ്ങനെ പൊളൈറ്റായിട്ട് സംസാരിക്കാമെന്ന് നമുക്ക് പഠിക്കാം. സോ ഇതുവഴി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഹൗ ടു ഫ്രെയിം എ സെൻറ്റൻസ് വിത്ത് പൊളൈറ്റ് വേർഡ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പൊളൈറ്റ് വേർഡ്സ് അത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ വേർഡ് നോക്കാം, പ്ലീസ് എന്നാണ്. സോ പ്ലീസ് വെച്ചിട്ട് നമ്മളിപ്പോൾ സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. പ്ലീസ് കം ഇൻ എന്ന് വെച്ചാൽ ഒന്ന് അകത്തേക്ക് ദയവായി അകത്തേക്ക് വരുമോ എന്നാണ് പ്ലീസ്. സോ നമ്മൾ എന്താ പറയുക, പ്ലീസ് കം ഇൻ, അതാണ് പ്ലീസ് വെച്ചിട്ടുള്ള സെൻറ്റൻസ് വരുമ്പോൾ പ്ലീസ് കം ഇൻ. പ്ലീസ് നമ്മൾ ഇത് ചെയ്യുന്ന പോലെ പൊളൈറ്റായിട്ട് ഇത് സംസാരിക്കുന്ന പോലെ വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാം. സോ അടുത്തതായിട്ട് മേ ഐ ഹാവ് യുവർ പെൻ പ്ലീസ് എന്ന് വെച്ചാൽ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ പേന തരുമോ. നമ്മൾ മലയാളത്തിലൊക്കെ ആണെങ്കിൽ റിക്വസ്റ്റ് പറയുന്ന പോലെ തരുമോ, എടുക്കട്ടെ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്ന പോലെയാണ് നമ്മൾ പൊളൈറ്റായിട്ട് ഇംഗ്ലീഷിൽ പറയുന്ന പ്ലീസ്. മേ ഐ ഹാവ് യുവർ പെൻ പ്ലീസ്. പ്ലീസ് ഡോണ്ട് ലീവ് ദ ഡോർ ഓപ്പൺ എന്ന് വെച്ചാൽ കതവ് തുറന്നിടരുത്, ദയവായി കതവ് അടയ്ക്കൂ എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അതുപോലെ പ്ലീസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് പ്ലീസ് ഡോണ്ട് ലീവ് ദി ഡോർ ഓപ്പൺ, ദയവായി കതവ് തുറന്നിടരുത്, അങ്ങനെയാണ് അതിൻ്റെ മലയാളം വരുന്നത്. അടുത്തത് നമുക്ക് നോക്കാം, താങ്ക് യു. താങ്ക് യു എന്ന് വെച്ചാൽ ഐ താങ്ക് യു ഫോർ വാട്ട് യു ഹാവ് ഡൺ ഫോർ മീ. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതെന്ന് ഞാൻ നന്ദി പറയാണ്. നമ്മളിപ്പോൾ ഒരാൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണല്ലോ താങ്ക് യു. സോ അതിൻ്റെ മലയാളമാണല്ലോ നന്ദി എന്ന് പറയുന്നത്. സോ നമ്മളത് പറയും ഒരാൾ ചെയ്യുമ്പോഴത്തേക്കും, അതാണ് ഇത് ഈ സെൻറ്റൻസ് പറയുന്നത്. അടുത്തത് ഐ ലൈക്ക് ദ വേ യു സേ താങ്ക് യു എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നന്ദി. നമ്മൾ താങ്ക് യു, നന്ദി. താങ്ക് യു ഫോർ എവറിത്തിങ് എന്ന് വെച്ചാൽ എല്ലാത്തിനും നന്ദി. നമ്മൾ പറയത്തില്ല എല്ലാത്തിനും നന്ദി ഉണ്ടെന്നൊക്കെ, അതുപോലെ താങ്ക് യു ഫോർ എവറിത്തിങ് എന്ന് വെച്ചാൽ എല്ലാത്തിനും നന്ദി. അടുത്തത് യു ആർ വെൽക്കം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ വെൽക്കം ചെയ്യാണ്. സോ ഇറ്റ്സ് വാസ് നോ ട്രബിൾ ടു മീ ആൻഡ് യു ആർ വെൽക്കം എന്ന് വെച്ചാൽ ഇറ്റ്സ് വാസ് നോ ട്രബിൾ, എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. സോ യു ആർ ഓൾവേസ് വെൽക്കം ആണ് എന്ന് നമ്മൾ പറയത്തില്ല. ഒരാളെ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരാനിരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വരാം, യു ആർ ഓൾവേസ് വെൽക്കം, നമ്മൾ അങ്ങനെ പറയത്തില്ല. അതാണ് അതിൻ്റെ സെൻറ്റൻസിൽ പറയുന്നത്. പിന്നെ യു ആർ വെൽക്കം ടു കം ആൻഡ് എൻജോയ് ദ സ്പെഷ്യൽ ഡേ വിത്ത് ദം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്നിട്ട് സ്പെഷ്യൽ ഡേ എൻജോയ് ചെയ്യാമെന്നാണ്. സോ നിങ്ങൾക്ക് എപ്പോഴും സ്വാഗതമാണ്, വന്നിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡേ എൻജോയ് ചെയ്യാമെന്നാണ്. പിന്നെ സൂസൻ യു ആർ വെൽക്കം ടു മൈ ഹോം. നമ്മളിപ്പോൾ ഒരാളുടെ പേരെടുത്ത് പറയാം, സൂസൻ യു ആർ ഓൾവേസ്, നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം, നമ്മൾ ഒരാളുടെ പേരെടുത്ത് പറയുന്ന പോലെ, അതാണിത്. അടുത്തത് പാഡേൺ മീ. പാഡേൺ മീ എന്ന് വെച്ചാൽ നമ്മൾ പാഡേൺ മീ ബട്ട് ഐ ബിലീവ് ദിസ് ആൻസർ ഈസ് ഇൻകറക്റ്റ്. പക്ഷേ എന്നുവെച്ചാൽ നമ്മൾ പറയത്തില്ലേ ഒരു ക്ഷമ ചോദിക്കുന്ന പോലെ, നിങ്ങൾ ഈ പറയുന്ന ഉത്തരം തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ ഈ പാഡേൺ മീ വെച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാഡേൺ മീ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഇത് തെറ്റാന്നുള്ള രീതിയിലും പഠിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മൾ ചോദിക്കും പാഡേൺ മീ, എനിക്ക് മനസ്സിലായില്ല, നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെയാണ്. സോ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് പാഡേൺ മീ. നമുക്ക് അടുത്തത് നോക്കാം, ഐ ബെഗ് യുവർ പാഡേൺ എന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ കാലെ തൊട്ട് ഇത് ചെയ്യാൻ ക്ഷമ ചോദിക്കുകയാണ്, അതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ബെഗ് യുവർ പാഡേൺ. പാഡേൺ മീ യു വാണ്ട് മീ ടു ഡു വാട്ട് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് എന്തുവാ ഞാൻ ചെയ്തു തരേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പറയും പാഡേൺ മീ, എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് എന്തുവാ ഞാൻ ചെയ്തു തരേണ്ടത്. യു വാണ്ട് മീ ടു ഡു വാട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ എന്തുവാ ചെയ്തു തരേണ്ടത്, അതാണ് അതിൻ്റെ ഇത്. അടുത്തത് വരുന്നത് എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ ഡസ് ദീസ് ബസ് ഗോ ടു മുംബൈ. ഇപ്പം നമ്മൾക്ക് അറിയാത്ത ഒരാൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും ഈ ബസ് മുംബൈക്ക് പോകുന്നതാണോ എന്ന് നമ്മൾ ചോദിക്കത്തില്ല, അതുപോലെ നമ്മൾ ചോദിക്കും എക്സ്ക്യൂസ് മീ ഡസ് ദീസ് ബസ് ഗോ ടു മുംബൈ എന്ന് നമ്മൾ ചോദിക്കും, എടുത്ത് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ബസ് മുംബൈയിലേക്ക് പോകുമോ എന്ന് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാത്ത ഒരാളെ ആണെങ്കിൽ നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് വെച്ചിട്ടാണല്ലോ നമ്മൾ അവരെ വിളിക്കുന്നത്, കാരണം നമുക്ക് അവരെ പേരോ ഡീറ്റെയിൽസോ ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വിളിക്കുമ്പോഴാണ് ഒരു പൊളൈറ്റായിട്ട് ഫീൽ ചെയ്യുക. എക്സ്ക്യൂസ് മീ ക്യാൻ യു ഡു വൺ ഹെൽപ്പ് ഫോർ മീ. ഇപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ പ്ലീസ്, എക്സ്ക്യൂസ് മീ നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ. ഇപ്പോൾ നമുക്ക് അറിയാത്ത ആളാകുമ്പോൾ നമുക്ക് അവരുടെ പേരൊന്നും അറിയത്തില്ല, അപ്പോൾ നമുക്ക് അവരെ വിളിക്കാൻ പറ്റുന്നതാണ്. ഇംഗ്ലീഷിലായാലും നമ്മൾ പറയും എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വിളിക്കും. എക്സ്ക്യൂസ് മീ ദാറ്റ് വാസ് മൈ ഐഡിയ
നോട്ട് യോഴ്സ് എന്നിപ്പോൾ നമ്മൾ പറയത്തില്ലേ, ഹലോ ഇത് എൻ്റെ ഐഡിയ ആണ്, നിങ്ങളുടെ ഐഡിയ അല്ല എന്ന് വെച്ചിട്ട് എക്സ്ക്യൂസ് മീ എന്ന് വെച്ചാൽ. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ ചേട്ടൻ ചേച്ചി അങ്ങനെ വെച്ചിട്ടൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല, പേരറിയത്തില്ലെങ്കിലും നമ്മൾ എക്സ്ക്യൂസ് മീ അങ്ങനെയൊക്കെ വെച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മലയാളത്തിൽ ഇപ്പോൾ നമുക്ക് ഒരാൾ ഇപ്പോൾ ഒരു ജെൻസ് ആണോ ലേഡീസ് ആണെങ്കിൽ നമുക്ക് ചേട്ടാ ചേച്ചി എന്ന് വിളിച്ച് നമുക്ക് സംബോധന ചെയ്ത് പറയാം. പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്കും നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് വെച്ച് തന്നെ പറയണം. അതാണ് ഈ സെൻറ്റൻസ് പറയുന്നത്. അടുത്തത് ഐ ആം സോറി. ഇപ്പോൾ നമ്മൾ ഒരാളോട് സോറി പറയുന്നത്, ഐ ആം സോറി ഫോർ സെയിങ് ദാറ്റ് ടു യു എന്ന് വെച്ചാൽ ഞാൻ നിന്നോട് അത് പറഞ്ഞതിൽ സോറി പറയാനെന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ ഐ ആം സോറി ഫോർ ലേറ്റ് എന്ന് വെച്ചാൽ ഞാൻ ലേറ്റായി അതിന് ഞാൻ സോറി പറയാണ്. വി ആർ സോറി ടു ഇൻഫോം യു ബട്ട് യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ റിജക്റ്റഡ് വെച്ചാൽ ഞാൻ നിങ്ങളോട് ക്ഷമ പറയാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ തിരസ്കരിച്ചു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോറി പറയാണ്, എന്നാൽ ക്ഷമ പറയാണ് എന്നുവെച്ചാൽ അതങ്ങനെ ആയിപ്പോയി എന്ന് പറയും. നെക്സ്റ്റ് മേ ഐ ഹെൽപ്പ് യു എന്ന് വെച്ചാൽ മേ ഐ ഹെൽപ്പ് യു ടു ക്രോസ് ദി റോഡ്. ഇപ്പോൾ ഒരാൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും, ഞാൻ താങ്കളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കട്ടെ, നമ്മൾ അനുവാദം ചോദിച്ചിട്ട് നമ്മൾ അവരെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് മേ ഐ ഹെൽപ്പ് യു ടു ക്രോസ് ദി റോഡ്. മേ ഐ ഹെൽപ്പ് യു ടു ക്ലൈം ദ ട്രീ. ഇപ്പോൾ ഒരാൾ മരത്തിൽ കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കും, അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമുക്കത് സ്വാഭാവികമായിട്ട് മനസ്സിലാവും എന്തിനാണെന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഞങ്ങൾ മരത്തിൽ കയറാനായിട്ട് താങ്കളെ സഹായിക്കട്ടെ എന്ന്. ഓക്കെ. മേ ഐ ഹെൽപ്പ് യു ടു വാഷ് ദ ക്ലോത്ത്. ഞാൻ തുണി കഴുകാനായിട്ട് താങ്കളെ സഹായിക്കട്ടെ എന്ന്. അപ്പോൾ അതാണ് മേ ഐ ഹെൽപ്പ് യു ടു വാഷ് ദി ക്ലോത്ത്. അങ്ങനെ തുണി കഴുകാനായിട്ട് സഹായിക്കട്ടെ എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ പൊളൈറ്റായിട്ട്. ഇനി അടുത്തത് മേ ഐ പ്ലീസ് ഹാവ് അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക്. ഇത് 2 സെൻറ്റൻസ് വെച്ച് വേർഡ്സാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. സെപ്പറേറ്റാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. സോ മേ ഐ പ്ലീസ് ഹാവ് യുവർ പെൻ എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ പെൻ എടുത്തോട്ടെ എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ. മേ ഐ പ്ലീസ് ഹാവ് യുവർ പെൻ. ദെൻ അമൃത മേ ഐ ഹാവ് യുവർ അറ്റൻഷൻ പ്ലീസ്. ഇപ്പം നമ്മൾ ഒരാൾ എവിടെയെങ്കിലും നോക്കിയിരിക്കുകയാണെങ്കിൽ, ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരാൾ ശ്രദ്ധിക്കാണ്ട് എവിടെയെങ്കിലും നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും, അമൃത മേ ഐ ഹാവ് യുവർ അറ്റൻഷൻ പ്ലീസ്. എന്നുവെച്ചാൽ നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ ഇങ്ങനെ അമൃത ഒന്ന് ശ്രദ്ധിക്കൂ ഇങ്ങോട്ട് എന്ന് നമ്മൾ പറയുന്ന പോലെ. ഞാൻ ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഐസ്ക്രീം. അടുത്തത് വന്നിട്ട് ഐ വുഡ് ലൈക്ക് വെച്ചിട്ടാണ്. ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ഫോർ മൈ വെഡ്ഡിങ് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ എൻ്റെ കല്യാണത്തിന് ക്ഷണിക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ഫോർ വെഡ്ഡിങ്. നെക്സ്റ്റ് ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല. ഐ ആം ലിറ്റിൽ ബിസി അറ്റ് ദ മൂമെൻറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇപ്പോൾ നമ്മൾ പറയത്തില്ല ഞാൻ ഈ മൂമെൻറ്റിൽ കുറച്ച് ബിസി ആയിരുന്നു, അപ്പോൾ നമ്മൾ പറയാം അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്, അത് ഓക്കെയാണ്. ഐ വാസ് ഇൻ ടെൻഷൻ ദാറ്റ്സ് വൈ ഐ ഷൗട്ടഡ് അറ്റ് യു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ടെൻഷൻ ആയതുകൊണ്ടാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടത്. സോ അതിന് നമ്മൾ പറയും ഇറ്റ്സ് ഓൾ റൈറ്റ്, കുഴപ്പമില്ല. ടുഡേ ഐ ഡിൻ കുക്ക് ഫുഡ് ഫോർ യു. ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഫുഡ് കുക്ക് ചെയ്തിട്ടില്ല അതാണ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ടുഡേ ഐ ഡിൻ കുക്ക് ഫുഡ് ഫോർ യു എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഫുഡ് കുക്ക് ചെയ്തില്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ അത് നമ്മൾ ഇറ്റ്സ് ഓൾ റൈറ്റ്, കുഴപ്പമില്ല, സാരമില്ല എന്ന രീതിയിലാണ് ഈ വേർഡ്സൊക്കെ വരുന്നത്. നെക്സ്റ്റ് ഇറ്റ്സ് മൈ പ്ലഷർ എന്ന് വെച്ചാൽ ഇതെൻ്റെ സന്തോഷമാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇറ്റ്സ് വാസ് മൈ പ്ലഷർ ടു വർക്ക് വിത്ത് യു എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. ഇറ്റ് ഈസ് മൈ പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് യു ടു അവർ ഗസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളെ ഞാൻ ഗസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് എൻ്റെ വീട്ടിലേക്ക്. സോ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇറ്റ്സ് മൈ പ്ലഷർ ടു ടീച്ച് യു ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു തരാനായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമാണ്, ഭയങ്കര സന്തോഷം കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു തരുന്നതെന്ന്. ഇതാണ് ഈ വേർഡ്സിൽ വരുന്നത്. അടുത്തത് നോ താങ്ക്സ്. ഡു യു വാണ്ട് ചോക്ലേറ്റ്. ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കാൻ നിങ്ങൾക്ക് ചോക്ലേറ്റ് വേണമെന്ന്, അപ്പോൾ നമ്മൾ അവരോട് പറയുന്ന ഉത്തരമാണ് നോ താങ്ക്സ്, കുഴപ്പമില്ല. മേ ഐ കമ്മിങ്. ഇപ്പോൾ ഒരാൾ അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കുന്ന മേ ഐ കമ്മിങ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കുക, അത് സെൻറ്റൻസ് ആയിട്ട് ഫ്രെയിം ചെയ്യുമ്പോൾ എക്സ്ക്യൂസ് മീ സാർ മേ ഐ കമ്മിങ്. ഇപ്പോൾ നമ്മൾ അറിയാത്ത അറിയില്ലാത്ത ആരാണോ, ഇപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് പോവുകയാണെങ്കിലോ നമ്മൾ അവരുടെ പേരോ ഒന്നും നമുക്ക് അറിയത്തില്ല വെച്ച് വിളിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എക്സ്ക്യൂസ് മീ സാർ മേ ഐ കമ്മിങ്
എന്നുവെച്ചാൽ ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന രീതിയിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് അടുത്തത് വിൽ യു ഗോ ഫോർ പാർട്ടി ടുഡേ എന്ന് വെച്ചാൽ നമ്മൾ വിൽ യു വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്നത്. വിൽ യു ഗോ ഫോർ പാർട്ടി ടുഡേ എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് പാർട്ടിക്ക് പോകുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. വിൽ യു ഫിനിഷ് യുവർ റിപ്പോർട്ട് ബൈ ടുമാറോ എന്ന് വെച്ചാൽ നിങ്ങൾ റിപ്പോർട്ട് നാളത്തേക്ക് തയ്യാറാക്കുമോ എന്ന രീതിയിലാണ് ഇത്. വിൽ യു പ്ലീസ് ആൻസർ ദ ഫോൺ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫോൺ ഒന്നെടുത്ത് സംസാരിക്കുമോ, ഇതാണ് വിൽ യു വെച്ചിട്ട് വരുന്നത്. നെക്സ്റ്റ് അടുത്തത് വുഡ് യു ലൈക്ക് ടു ഗോ ഫോർ എ മൂവി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൂവിക്ക് പോകാൻ ഇഷ്ടമാണോ, നമ്മൾ ഒരാളോട് ചോദിക്കുക വുഡ് യു ലൈക്ക് ടു ഗോ ഫോർ എ മൂവി. വുഡ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വുഡ് യു പ്ലീസ് വെച്ചിട്ടാണ്. വുഡ് യു പ്ലീസ് സ്റ്റേ ഹിയർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാമോ, നമ്മളങ്ങനെ ഒരു റിക്വസ്റ്റ് ഒരു പൊളൈറ്റായിട്ട് നമ്മൾ ചോദിക്കുക. വുഡ് യു പ്ലീസ് സ്റ്റേ ഹിയർ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാമോ. കുഡ് യു പ്ലീസ്, ഇത് കുഡ് വെച്ചിട്ടാണ്. കുഡ് യു പ്ലീസ് ബി ക്വയറ്റ് ഫോർ എ മിനിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് മിണ്ടാതിരിക്കാമോ എന്നാണ് കുഡ് യു പ്ലീസ്. നമ്മളങ്ങനെ വെച്ചാൽ ഒരാളോട് പറയുമ്പോഴത്തേക്കും പൊളൈറ്റായിട്ട് പറയുമ്പോഴത്തേക്കും കുഡ് യു പ്ലീസ് ബി ക്വയറ്റ് ഫോർ എ മിനിറ്റ്, നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതെ ഇരിക്കാമോ. കുഡ് യു പോസിബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മൾ പറയുന്നത് കുഡ് യു പോസിബിൾ ഹെൽപ്പ് മീ വിത്ത് മൈ ഇംഗ്ലീഷ് ഹോംവർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോസിബിൾ ആണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, എനിക്ക് കുറേ ഹോംവർക്ക് ഉണ്ട്, സോ നിങ്ങൾക്ക് എന്നെ ഇംഗ്ലീഷ് ഹോംവർക്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നാണ് പറയുന്നത്. വുഡ് യു മൈൻഡ് എന്ന് വെച്ചാൽ വുഡ് യു മൈൻഡ് ഓപ്പണിങ് ദി വിൻഡോസ് പ്ലീസ്. ഇപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ ഈ ജനലൊന്ന് തുറക്കുമോ പ്ലീസ് എന്ന് വെച്ചാൽ ദയവായി നിങ്ങൾ ജനലൊന്ന് തുറക്കുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നത്. അടുത്തത് നോ മെൻഷൻ. ഓക്കെ, നമ്മളിപ്പോൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നോ മെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ സാരമില്ല കുഴപ്പമില്ലാന്ന്. ഇപ്പോൾ ഐ വിൽ പേ യു ആഫ്റ്റർ ഐ ഗെറ്റ് മൈ സാലറി എന്ന് വെച്ചാൽ ഞാൻ സാലറി കിട്ടിയിട്ട് പേ ചെയ്യാമെന്നാണ് അത് പറയുന്നത്. സോ അത് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയും നോ മെൻഷൻ, കുഴപ്പമില്ല നിങ്ങൾ പതുക്കെ തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഓക്കെ, അതാണിത് സൂചിപ്പിക്കുന്നത്. അടുത്തത് ഇറ്റ്സ് ഫൈൻ എന്ന് നമ്മൾ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല സുഖമാണ് എന്നുള്ള രീതിയിലാണ്. ഇറ്റ്സ് ഫൈൻ ടു ആസ്ക് ക്വസ്റ്റ്യൻ വിത്തിങ്. നമ്മൾ ചോദിക്കില്ല അവനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നല്ലതാണോ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിലാണ്. ഐ എം ഫൈൻ ടു ആസ്ക് ക്വസ്റ്റ്യൻ വിത്തിങ് എന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ്, എനിക്ക് അവനോട് ചോദ്യം ചോദിക്കാൻ പറ്റും. ഐ ആം ഫൈൻ താങ്ക് യു. ഇത് നമ്മൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ നമ്മളോട് ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയേണ്ട ഉത്തരമാണ് ഐ ആം ഫൈൻ താങ്ക് യു. നമ്മളിപ്പോൾ ഐ ആം ഫൈൻ താങ്ക് യു, ഐ ആം ഫൈൻ എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അയാൾ ചോദിച്ചത് കൊണ്ട് നമ്മൾ നന്ദിയും കൂടി പറയാണ്. അതാണ് നമ്മൾ ഐ ആം ഫൈൻ താങ്ക് യു എന്ന് യൂസ് ചെയ്യുന്നത്. പിന്നെ സോറി ഇറ്റ്സ് ബൈ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് പറയും സോറി അറിയാതെ പറ്റിപ്പോയതാ ക്ഷമിക്കുന്നു. അപ്പോൾ നമ്മളത് പറയാം ഐ ഹാവ് സെൻഡ് റോങ് ഫയൽ സോറി ഇറ്റ്സ് ബൈ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ പറയും ഞാൻ റോങ് ഫയൽ അയച്ചു പോയി അതുകൊണ്ട് അതിന് ഞാൻ സോറി പറയാനോ, സോ സോറി എൻ്റെ കുഴപ്പം എൻ്റെ മിസ്റ്റേക്കാണെന്നൊക്കെ നമ്മൾ രീതിയിൽ പറയത്തില്ലേ, അതാണ്. പിന്നെ ഡോണ്ട് വറി ഐ ആം ദെയർ ഫോർ യു എന്ന് വെച്ചാൽ വിഷമിക്കേണ്ട ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരാൾക്ക് വിഷമസ്ഥിതിയോ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും നമ്മൾ പറയും വിഷമിക്കേണ്ട ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ പറയാം ഡോണ്ട് വറി ഐ ആം ദെയർ ഫോർ യു, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ, സോ നമുക്കിനി അടുത്തത് നോക്കാം. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ്. ഞാനിവിടെ 5 ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കേണ്ടതാണ്. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചു തരാം. ഐ ആം സോറി ഫോർ ആസ്കിങ് യുവർ പാസ്റ്റ് ഡാഷ്. അപ്പോൾ ഇവിടെ എന്തോ വരുന്നത് എന്നുള്ളത് നിങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് എഴുതി അറിയിക്കണം. സോ ഇവിടെ 1 2 3 4 5 എന്നുള്ളത് നിങ്ങൾ അതേ ഓർഡറിൽ തന്നെ ഇട്ടാൽ മതി. 1 2 3 4 5 എന്നുള്ള ഓർഡറിൽ ഇട്ടാൽ മതി. ഡാഷ് വിസിറ്റ് ദി സൈറ്റ്. ഓക്കെ, പിന്നെ ഡാഷ് പ്ലീസ് റിപ്പീറ്റ് ദി സെൻറ്റൻസ്. പിന്നെ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ, ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് നിങ്ങളെല്ലാവരും കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി, എഴുതി അറിയിച്ചാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾ ഇത് വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പൊളൈറ്റ് വേർഡ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോഴാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളെല്ലാവരും എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണണം. ഓക്കെ, കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണണം. സോ നിങ്ങൾ ഇതിൻ്റെ ഉത്തരം കമൻറ്റായിട്ട് എഴുതി അറിയിച്ചാൽ മതി. പിന്നെ ഞാൻ ഇതിൻ്റെ ഉത്തരം വന്നിട്ട് ഇനി അടുത്ത സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഇതിൽ ഞാൻ പറയാനായിരിക്കും ഇതിൻ്റെ ആൻസർ എന്തുവാണെന്ന്. ഓക്കെ,
സോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ അതിനുള്ള റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ എല്ലാവർക്കും ബൈ.